വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ എത്തുന്ന സമയമാണ്. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ. മുന്നൊരുക്കങ്ങളില്ലാതെയാണ് പരിഷ്കാരമെന്ന് KSU കുറ്റപ്പെടുത്തി. കോഴ്സ് ഉദ്ഘാടനം നടക്കുന്ന വേദിക്ക് മുന്നിൽ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ പ്രതിഷേധം. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ ഒരു ഇങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ തന്നെ 4 വർഷത്തേക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആകുന്നു എന്നുള്ളപ്പോൾ തന്നെ വ്യാപകമായ സംശയങ്ങൾ, ഇതിനെക്കുറിച്ച് ആശങ്കകളൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കോളേജ് അധ്യാപകർക്കടക്കം ഇതിലൊരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുകയാണോ കാര്യങ്ങൾ? അസ്മിത, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് 4 വർഷ ബിരുദ കോഴ്സ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വഴുതക്കാട് വുമൻസ് കോളേജിൽ നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടേക്ക് വന്നത്. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന സംഘടന, SUCയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഈ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള മാറ്റമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായൊരു വ്യക്തതയില്ല. ഈ 4 വർഷ ബിരുദ കോഴ്സിനെ കുറിച്ച് കൃത്യമായി എന്താണ് എന്ന് അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കും എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് ഈ വേദിയിലേക്ക്, ഇതിന്റെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വന്നത്. ഈ പ്രതിഷേധത്തിൽ ഈ വുമൻസ് കോളേജിന്റെ മതിൽ ചാടിക്കടക്കാനായി ഇത്തരത്തിൽ പ്രവർത്തകർ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ പോലീസുകാർ ഇടപെട്ട് അത് പോലീസുകാരുമായി വാക്കുതർക്കമായി ഉന്തുന്നള്ളുമായി പിന്നീട് അത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ 4 വർഷ കോഴ്സുമായി ബന്ധപ്പെട്ട് അവരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇതിൽ എന്താണ് ഇത് എന്ന് കൃത്യമായി വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അധ്യാപകർക്കും വിദ്യാഭ്യാസ വിദഗ്ധർക്കും അടക്കം എങ്ങനെയാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ വ്യക്തതയില്ല. മറ്റു വിദ്യാർത്ഥി സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇനിയും ചില വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധത്തിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്മിത, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രതിഷേധത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.